നമസ്കാരം. മുഖാമുഖത്തിലേക്ക് വീണ്ടും സ്വാഗതം. നടി കാവ്യ മാധവനാണ് മുഖാമുഖത്തിൽ ഈ ആഴ്ച. കാവ്യയുടെ ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആളുകൾ പറയും കാവ്യയുടെ ജീവിതം എല്ലാവർക്കും അറിയാമെന്ന്. എനിക്ക് തോന്നുന്നത് എന്നെ എല്ലാരും പറയുന്നത് ജനിച്ചപ്പോ തന്നെ സിനിമയിലേക്ക് വന്നതാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം, കുഞ്ഞു പ്രായം തുടങ്ങി കാണുന്നതുകൊണ്ടായിരിക്കാം. ചിലപ്പോ എന്റെ എന്താ പറയാ പ്രായത്തിന്റെ വളർച്ചയും സിനിമയിലുള്ള എന്റെ മാറ്റങ്ങളും എല്ലാം ഇവിടുത്തെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതല്ല. അവരുടെ കൺമുന്നിൽ തന്നെയല്ല ഞാൻ വളർന്നത്. അങ്ങനെ ഒരു നിശ്ചയിച്ചുറപ്പിച്ചൊന്നും ആയിരുന്നില്ല. സിനിമയിൽ എത്തുക എന്നുള്ളത് ഒരു എന്താ പറയാ അനിവാര്യമായ കാര്യമായിരുന്നു കാവ്യയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? അങ്ങനെ ആഗ്രഹിച്ചിട്ട് 5 വയസ്സിൽ ഞാൻ വന്നതാണ് സിനിമയില്. 5 വയസ്സിലൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം എന്നുള്ളൊരു സമയമൊന്നുമല്ലല്ലോ. എന്റെ അച്ഛനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്റെ സിനിമ. കാരണം ആ സമയത്താണ് മാളൂട്ടിയൊക്കെ ഇറങ്ങിയത്. അതില് ബേബി ഷാമിനിയുടെ ക്യാരക്ടറൊക്കെ കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് ഇത്തിരി ആരെങ്കിലൊക്കെ വീട്ടിൽ വന്നിട്ട് പോയി അവരെ അനുകരിച്ചിട്ട് കാണിക്കുക, പിന്നെ പാട്ടൊക്കെ ഇട്ട അതിനനുസരിച്ചിട്ട് ഡാൻസ്, ഇങ്ങനത്തെ ഒക്കെ ചില ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അത് ഞാനാ അത് ഞാനാ ഇടക്കിടക്ക് എന്തൊക്കെയൊക്കെ ഉണ്ട്, ഓടുന്നൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പല്ലുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ ബോയ് കട്ടൊക്കെയാണ്. ഞങ്ങൾ തന്നെ സ്റ്റില്ലൊക്കെ അമർത്തിട്ടൊക്കെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. അഴകിരാവണം എന്ന് പറയുന്നൊരു സിനിമയിലൂടെയാണ് എന്നെ ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. പക്ഷെ നീലേശ്വരത്ത് ആ സമയത്ത് ഞാൻ സൂപ്പർ സ്റ്റാർ ആയി. അതോടെ നീലേശ്വരത്ത് ഞാൻ പിന്നെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകം ഫോട്ടോ സെഷനൊക്കെ ഉണ്ടാവും. എന്തിനെന്ന് വെച്ചാൽ അതിന് ഉത്തരവൊന്നുമില്ല. കാരണം കാസർഗോഡ് ജില്ല ഏകദേശം കണ്ണൂരിന്റെ പകുതി വരെയും ഞാൻ ഒരു സിനിമാ താരമായി അറിയപ്പെട്ടു. പാട്ട് വെണ്ണിലാച്ചെന്നുള്ള പാട്ടുകാരനാണ് അതില് ഫേമസ് ആവാൻ കാരണം. ഇത് മാത്രമല്ല അന്ന് ഭാനുപ്രിയയുടെ ബാല്യകാലാണ്. ഭാനുപ്രിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കണ്ണുകളാണ്. കാവ്യക്കും നല്ല കണ്ണുകളാണ് ഏറ്റവും ആദ്യം പറയുക. ആ ചേച്ചി ഞാൻ ലൊക്കേഷനിൽ പോയപ്പോ അവർക്കറിയില്ല ഞാൻ അവരുടെ കുട്ടിക്കാലമായിട്ട് അഭിനയിക്കാൻ വന്നതാണെന്നൊന്നും അവർക്കറിയില്ല. അപ്പൊ അന്ന് ഈ മഴയുടെ പാട്ടെടുത്ത് അതിലൊരു പ്രണയമണി തൂവൽ പൊഴിയും ആ പാട്ടിൽ അഭിനയിച്ചിട്ട് അവർ ഭയങ്കര ജലദോഷമൊക്കെ ആയിട്ടിരിക്കുക. അപ്പൊ അവരിങ്ങനെ സീൻ എടുക്കണതിന്റെ ഇടക്കിടക്ക് ജലദോഷം വന്നിട്ട് തുമ്മാനും ഒക്കെ വേണ്ടിയിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവരെന്നെ അകത്തേക്ക് വിളിപ്പിച്ചു, അവരുടെ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയാണോ? തമിഴിലൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു അതെ. എൻ്റെ കുട്ടിക്കാലായിട്ടാണോ അഭിനയിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് കണ്ണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുട്ടിക്കാലായിട്ട് അഭിനയിക്കാൻ വന്ന കുട്ടിയായിരിക്കും. തരില്ല, പറഞ്ഞു കൊടുക്ക്, തരില്ല. മമ്മൂക്കേനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ നാട്ടിൽ പോയിട്ട് എല്ലാവരോടും പറഞ്ഞ മമ്മൂക്ക എന്നോട് പേര് ചോദിച്ചു, അടുത്ത് വന്നു, സംസാരിച്ചതൊക്കെ ഞാൻ നോണ പറഞ്ഞ. പിന്നീട് രാക്ഷസ രാജാവിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മമ്മൂക്ക എപ്പോഴും അന്ന് ഏതൊരു ചാനലിൽ അഴകിരാവണം ഉണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ ഇന്ന്, നമ്മള് നായകനൊക്കെ ആയിട്ട് അഭിനയിച്ച സിനിമ. എല്ലാവരോടും ഇനി പറയണു കേട്ടാ, ദിലീപിന്റെ നായികയായിട്ടാണ് വന്നതെന്നൊന്നും ആരോടും പറയണ്ട, മമ്മൂക്കയുടെ നായികയായിട്ടാണ് വന്നതെന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ മോഹൻലാലിന്റെ നായികയാകാനായിരുന്നു ആഗ്രഹം എന്ന് ഞാൻ ഊഹിക്കുന്നു. എനിക്ക് മോഹൻലാലിന്റെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാവരുടെയും കൂടെ നായികയായിട്ട് അഭിനയിക്കുക എന്നുള്ളത് ആഗ്രഹം തന്നെയായിരുന്നു. പലരുടെ കൂടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിലൊക്കെ സിനിമ കാണുമ്പോൾ മോഹൻലാലിനെ ആയിരുന്നില്ലേ? മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആയിരുന്നില്ലേ? ഞാൻ ചെറുപ്പത്തിൽ മോഹൻലാലിനെ കല്യാണം കഴിക്കുന്ന ജീവിതത്തിൽ പ്രതിജ്ഞ എടുത്ത ഒരാളായിരുന്നു. എന്റെ 2-3 വയസ്സ് പ്രായമുള്ളപ്പോ. എന്നിട്ട് പിന്നെ അത് മോഹൻലാലിനോട് പറഞ്ഞോ? ലാലേട്ടൻ അറിഞ്ഞു അത്. അന്ന് മോഹൻലാൽ എന്ന് പോലും പറയാൻ പറ്റില്ലായിരുന്നു, മോഹൻകാല് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെ വീട്ടിലെ എല്ലാ പിള്ളേരും വാശിയായിരുന്നു അന്ന്. അത് പിന്നീട് ആരോ പറഞ്ഞിട്ട് ലാലേട്ടൻ അറിഞ്ഞു. ലാലേട്ടൻ എന്നോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. പക്ഷെ ദിലീപിന്റെ നായികയാകുന്ന ചന്ദ്രൻ ഉദിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ ഒരു കാഴ്ചയിൽ തന്നെ ഒരു നായികയാകാനുള്ളൊരു എങ്ങനെയാണ് ലാൽ ജോസ് ആ ഒരു ഉദ്യമത്തിന് മുതിർന്നത് ശരിക്കും പറഞ്ഞു? അതിപ്പോഴും അത്ഭുതം തന്നെയാണ്. കാരണം അത് ശരിക്കും ശാലിനി ചേച്ചി ചെയ്യാനുണ്ടായിരുന്ന വേഷമാണ്. മാഗസീനിലൊക്കെ ഇങ്ങനെ ലാൽ ജോസ് 2ാമത്തെ ചിത്രം എടുക്കുന്നു, ദിലീപാണ് നായകൻ, ശാലിനിയാണ് നായിക എന്നൊക്കെ പറഞ്ഞ് ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ശാലിനി ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റാണ്ടാവുകയും
അങ്ങനെയാണ് എന്തുകൊണ്ടൊരു പുതിയ കുട്ടിയെ അവതരിപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ദിലീപേട്ടനെയും എന്നെ അറിയാം, ലാലുചേട്ടനെയും എന്നെ അറിയാം. അങ്ങനെ പക്ഷെ പ്രൊഡ്യൂസേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ല. കാരണം എല്ലാം കൊണ്ടും ഡയറക്ടർ ആണെങ്കിലേ രണ്ടാമത്തെ പടേ ആയിട്ടുള്ളൂ. ദിലീപേട്ടനും ആ സമയം അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പൊ നായികയും പുതിയ ആൾക്കാരെ, പുതിയൊരു കുട്ടീനെ വേണ്ട, ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ദിലീപേട്ടനും ലാലുചേട്ടന്റെയും മറ്റു നിർബന്ധത്തിന്റെ പുറത്താണ് അവരെന്നെ വിളിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ അമ്മ ഒരിക്കലും നായികയായിട്ട് വിടില്ല എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ലാലുചേട്ടൻ വിളിച്ചപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല അമ്മയ്ക്ക്. കാരണം ലാലുചേട്ടനായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു, നല്ലൊരു കുടുംബപരമായിട്ട് നല്ലൊരു ബന്ധം.